എംഗൽസും പരിണാമസിദ്ധാന്തവും ഭാഗം 3. ഇത് എംഗൽസിനെ വിമർശിക്കുന്നതിനായുള്ള ഒരു പരിപാടിയായി ആരും കാണേണ്ടതില്ല. ഇതൊരു പരിഹാസമോ വിമർശനമോ ഒക്കെയായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പരിണാമ മതവിശ്വാസികൾക്ക് മാത്രമായിരിക്കും. 1.5 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ബഹുമാന്യരായ പരിണാമ മതവിശ്വാസികൾ ഇക്കാലത്തും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എംഗൽസിന്റെയും ഡാർവിന്റെയും ഒക്കെ ആ പഴഞ്ചൻ വിശ്വാസങ്ങൾ തന്നെയാണെന്നതാണ് അതിന് കാരണം. ശാസ്ത്ര പുരോഗതിക്കനുസരിച്ച് എല്ലാ വിഭാഗം മതവിശ്വാസികളിലും ചില പരിണാമങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ലവലേശം പരിണാമം തീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടർ പരിണാമ മതവിശ്വാസികളാണ്. താരതമ്യേന പ്രായം കുറഞ്ഞ ഒരു മതവിശ്വാസമെന്ന നിലയിൽ പരിണാമ മതവിശ്വാസികളെ പരിണമിപ്പിക്കണമെങ്കിൽ കുറേ വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നത് സ്വാഭാവികമായി കാണാവുന്നതാണ്. അതിനായുള്ള ശ്രമമാണ് മനുഷ്യന്റെ ഉത്ഭവം എന്ന ഗ്രന്ഥത്തിലൂടെ തുടങ്ങിവച്ചിട്ടുള്ളത്. ഇതിലെ പരാമർശങ്ങൾ മതാന്ധത ബാധിച്ച കടുത്ത പരിണാമ മതവിശ്വാസികളുടെ പ്രഷർ കൂട്ടാനിടയാക്കിയേക്കാം. ആയതിനാൽ അത്തരത്തിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുന്നില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം തുടർന്നും കേട്ടാൽ മതി. അധ്യയനത്തിൽ അന്യോന്യം സഹായിച്ചും കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ആശയ കൈമാറ്റത്തിനായി പലതും സംസാരിക്കേണ്ടതുണ്ടെന്നൊരു ത്വര അംഗങ്ങൾക്കിടയിൽ സ്ഥിരമായി നിലനിന്നു. അത് കാരണമായി സംസാരത്തിന് സഹായകരമായ തരത്തിലുള്ള വികസിത അവയവങ്ങളുടെ രൂപവൽക്കരണവും സാധ്യമായി എന്നുകൂടി എംഗൽസ് ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള അവയവങ്ങൾ ആവിർഭവിച്ചതുപോലും അധ്വാനത്തിലൂടെയാണെന്നും അദ്ദേഹം കണ്ടെത്തി. അതായത് കുറെ മനുഷ്യരൊക്കെ ഉത്ഭവിച്ചെങ്കിലും അധ്വാനിച്ച് ശരിയാക്കുന്നതുവരെ അവർക്ക് ആൾക്കുരങ്ങിന്റെ അവികസിത കൈകളും സ്വനപേടകവുമാണുണ്ടായിരുന്നത് എന്നർത്ഥം. ഈ വിവരണത്തിൽ അന്തർലീനമായ പരിഹാസം തിരിച്ചറിയുമ്പോൾ ഇപ്രകാരം അധ്വാനിച്ചതൊക്കെ ആൾക്കുരങ്ങുകളായിരുന്ന ഘട്ടത്തിലായിരുന്നുവെന്നും ഒടുവിൽ മനുഷ്യന്റെ കൈകളും സ്വനപേടകവും ആർജിച്ചെടുക്കാനായതോടെ ആൾക്കുരങ്ങ് മനുഷ്യനായി മാറിയെന്നും മനുഷ്യനായി കഴിഞ്ഞതിന് ശേഷം പിന്നീടങ്ങോട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും പരിണാമവാദികൾ അവകാശപ്പെട്ടാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. അല്ല, അതുതന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. ഏതാണ് വാനരൻ, ഏതാണ് മനുഷ്യനെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് പരിണാമവാദികളെന്നാകുമ്പോൾ അത് സ്വാഭാവികമായി കാണാവുന്നതാണ്. അധ്വാനവും ഭാഷയും കൂടിച്ചേർന്നപ്പോഴാണ് അവികസിതമായ മസ്തിഷ്കം പരിപൂർണമായ മനുഷ്യ മസ്തിഷ്കമായി മാറിയതെന്നും എംഗൽസ് സാക്ഷ്യപ്പെടുത്തുന്നു. മസ്തിഷ്ക വികാസത്തോടൊപ്പം അനുബന്ധ സംവേദനേന്ദ്രിയങ്ങളുടെ വികാസവും ഒപ്പത്തിനൊപ്പം സംഭവിച്ചതായും അവകാശപ്പെടുന്നു. ഭാഷയ്ക്കുണ്ടായ വികാസമാണത്രേ ശ്രവണാവയവങ്ങൾ കൂടുതൽ പരിഷ്കരിക്കപ്പെടാൻ കാരണം. അധ്വാനമെന്ന മാധ്യമത്തിലൂടെ മനുഷ്യന്റെ കൈ വികസിച്ചു വന്നതിനാലാണ് വാനരന്മാരെ പോലെ സ്പർശബോധമില്ലാതിരുന്ന പ്രാകൃത മനുഷ്യർക്ക് സ്പർശബോധമുണ്ടായിത്തുടങ്ങിയതെന്ന് പോലും എംഗൽസ് വാദിച്ചു. എന്നാൽ മനുഷ്യരെപ്പോലെ അതിവിദഗ്ധമായി കൈകൾ ഉപയോഗിക്കാനും അധ്വാനിക്കാനും കഴിയണമെങ്കിൽ അതിന് മനുഷ്യ മസ്തിഷ്കവും ആവശ്യമാണ്. കൈകളും ശരീരഘടനയും മനുഷ്യൻ്റേതുപോലെയുണ്ടെങ്കിലും മസ്തിഷ്കം കുരങ്ങിൻ്റേതാണെങ്കിൽ ഒരു കുരങ്ങിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അഥവാ അധ്വാനം മാത്രമേ ആ കൈകൾ കൊണ്ട് ചെയ്യാൻ സാധിക്കൂ. ആയതിനാൽ അധ്വാനിക്കുന്നതിന് കൈകൾക്കനുസരിച്ചുള്ള ഒരു മസ്തിഷ്കവും ആവശ്യമാണ്. സംസാരിക്കാനുള്ള മുഴുവൻ അവയവങ്ങളും പൂർണ്ണ രൂപത്തിലുണ്ടെങ്കിൽ പോലും അവ പ്രവർത്തിപ്പിക്കാൻ കുരങ്ങിന്റെ മസ്തിഷ്കം മതിയാകുന്നതല്ല. മസ്തിഷ്കം സമ്പുഷ്ടമാക്കി മനുഷ്യൻ്റേതാക്കി മാറ്റുന്നതിന് കുരങ്ങിന്റെ കൈകാലുകളും സംവേദനേന്ദ്രിയങ്ങളും സ്പർശ സംവേദമല്ലാത്ത ത്വക്കും മതിയാകുന്നില്ല. മനുഷ്യ മസ്തിഷ്കവുമായി താദാത്മ്യം പ്രാപിക്കുന്ന കൈകാലുകളും ത്വക്കടക്കമുള്ള സംവേദനേന്ദ്രിയങ്ങളും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന അനുയോജ്യമായ ആംപിയറോടുകൂടിയ നാഡീവ്യൂഹവും അതിനാവശ്യമാണ്. ഭാഷയ്ക്കുണ്ടായ വികാസം കൊണ്ട് പരിഷ്കരിക്കപ്പെട്ടതല്ല ശ്രവണാവയവങ്ങൾ. പരിഷ്കരിച്ച അഥവാ അനുയോജ്യമായ ശ്രവണാവയവങ്ങളും മസ്തിഷ്കവും കൊണ്ട് സംസാരശേഷിയും ഭാഷയും സാധ്യമാകുകയും പരിപോഷിപ്പിക്കപ്പെടുകയുമായിരുന്നു എന്നാണ് ഞാൻ അവകാശപ്പെട്ടിട്ടുള്ളത്. ഏതു തരത്തിലുള്ള ശബ്ദങ്ങൾ ആരോഹണാവരോഹണങ്ങളോടെ വിവിധ ഈണത്തിലും താളത്തിലും തീവ്രതയിലും വൈകാരികതയിലും പുറപ്പെടുവിക്കാൻ കഴിയുന്ന ശ്രേഷ്ഠമായ സ്വനപേടകവും അനുബന്ധാവയവങ്ങളുമാണ് മനുഷ്യരിലുള്ളത്. അവയെ ഉദ്ദേശിച്ച തരത്തിൽ പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തമായ മസ്തിഷ്കവും മനുഷ്യനുണ്ട്. മനുഷ്യരുടെ എണ്ണം 1-ൽ കൂടുതലുണ്ടായപ്പോൾ തന്നെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒന്നുതന്നെയാണെന്ന് മനസ്സിലാക്കണമെന്ന ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആംഗ്യങ്ങളിലൂടെ വാമൊഴി വരമൊഴിയിലൂടെ ഓരോ മനുഷ്യ സമൂഹത്തിലും ഭാഷയുടെ പ്രാഗ്രൂപം ഉത്ഭവിച്ചിട്ടുള്ളത്. ഓരോന്നിനും ഉപയോഗിക്കാവുന്ന പേരും ആശയ കൈമാറ്റത്തിനായി ഉപയോഗിക്കുന്ന ശബ്ദങ്ങളും ആംഗ്യങ്ങളും വാക്കുകളും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കണമെന്ന മനുഷ്യർ തമ്മിലുണ്ടായ ധാരണയാണ് പ്രാദേശികമായ ഭാഷാവിഷ്കാരത്തിന് കാരണമായത്. മനുഷ്യരിൽ മസ്തിഷ്കത്തിനനുസരിച്ചുള്ള അവയവങ്ങളും അവയവങ്ങൾക്കനുസരിച്ചുള്ള മസ്തിഷ്കവുമാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, എല്ലാ ജീവികളിലും എല്ലാ അവയവങ്ങളും തമ്മിൽ ഇത്തരത്തിലൊരു പരസ്പര ബന്ധവും യോജിപ്പും അവയുടെ രൂപവൽക്കരണ വേളയുടെ എല്ലാ ഘട്ടങ്ങളിലും നിലനിൽക്കുന്നതായി കാണാം.
ബീജകോശത്തിൽ ഇല്ലാതിരുന്ന യാതൊന്നും ശരീരത്തിലുണ്ടാകില്ല, മസ്തിഷ്കത്തിലുമുണ്ടാകില്ല. മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അനുയോജ്യമായ സംവേദനേന്ദ്രിയങ്ങൾ അതിനോട് ഘടിപ്പിച്ചിട്ടുമുണ്ടാകണം. റഫേലിന്റെ ചിത്രങ്ങളും തോർവാൾസന്റെ ശില്പങ്ങളും പഗനീനിയുടെ സംഗീതവും അങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്. അവയവരൂപണത്തിന്റെ ഓരോ സ്റ്റെപ്പിലും ഈ ഒരു ഏകോപനവും സഹകരണവും ഏതൊരു ജീവിയുടെയും ജീവജാതിയുടെയും ഭ്രൂണവളർച്ചയിൽ കാണുന്ന സവിശേഷതയാണ്. ഇതെല്ലാം ബീജകോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വളരെ സുവ്യക്തമായ നിർദ്ദേശങ്ങളുടെ ഫലമാണെന്നും അവയുടെ പൂർണ്ണമായ ഭാവാവിഷ്കാരത്തിന് അനുയോജ്യമായ ചുറ്റുപാടുകൾക്ക് ഗണ്യമായ പങ്കുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഓരോ ജീവജാതിയിലെയും അംഗങ്ങൾ അതേ ജീവജാതിയിലെ അംഗങ്ങളായി മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതിനപ്പുറമുള്ളൊരു പരിണാമം അസാധ്യമാണ്. മനുഷ്യന്റെ ഉത്ഭവം എന്ന ഗ്രന്ഥം ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.